ജലാശയങ്ങളിൽ ഫ്ലോട്ടിംഗ് സോളാർ സെല്ലുകൾ സ്ഥാപിച്ച് 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി സൂര്യ സരോവർ എന്നാണ് പേര്. 5070 കോടി രൂപ വകയിരുത്തി 81 അണക്കെട്ടുകളും വിശാല കായൽ പരപ്പുമുള്ള കേരളത്തിന് അനുഗ്രഹമാകും. രാജ്യത്ത് നിലവിൽ സമാന രീതിയിൽ ഏകദേശം 700 മെഗാവാട്ട് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനങ്ങൾ കമ്മീഷൻ ചെയ്യുന്ന പദ്ധതികൾക്ക് മെഗാവാട്ടിന് 1 കോടി രൂപ വീതം കേന്ദ്രം സഹായം നൽകും. കൂടാതെ ബാത്തിമെട്രി, ഹൈഡ്രോഗ്രാഫി അവലോകനം തുടങ്ങിയ സാധ്യതാ പഠനങ്ങൾക്കായി ഒരു പദ്ധതിക്ക് 50 ലക്ഷം രൂപ വീതവും നൽകും. പദ്ധതിയുടെ കാലാവധി 2030-31 സാമ്പത്തിക വർഷം വരെയാണ്. സാമ്പത്തിക സഹായം 2032-33 വരെ തുടരും. ഫ്ലോട്ടിംഗ് സോളാർ വഴി രാജ്യത്ത് 102.18 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. കായംകുളം ചൂലത്തെരുവിൽ 450 ഏക്കർ തടാകത്തിൽ NTPCക്ക് വേണ്ടി ടാറ്റ പവർ സോളാർ സിസ്റ്റം സജ്ജമാക്കിയ 92 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ PV പദ്ധതിയുണ്ട്. 2022 ജൂലൈയിൽ കമ്മീഷൻ ചെയ്തു. ഇവിടെ നിന്ന് KSEBക്ക് 3.16 രൂപ നിരക്കിൽ വൈദ്യുതി നൽകുന്നുണ്ട്. മധ്യപ്രദേശിലെ 600 മെഗാവാട്ട് ശേഷിയുള്ള ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പവർ പാർക്കാണ് നിലവിലെ ഏറ്റവും വലുത്. ബാണാസുര സാഗർ അണക്കെട്ടിൽ ഫ്ലോട്ടിംഗ് സോളാർ വൈദ്യുതി ഉൽപാദനമുണ്ട്. വയനാട് കമ്മന വാഴാംപ്ലാക്കൽ അജയ് തോമസ് 2010 വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവതരിപ്പിച്ച പ്രോജക്റ്റാണ് പ്രാവർത്തികമായത്. 2014 വാട്സ എനർജി ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് തുടക്കമിട്ടു. 500 കിലോ വാട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതേസമയം നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പുരപ്പുറ സോളാർ സബ്സിഡി പദ്ധതിയായ PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജനയിൽ ഓരോ 6 ദിവസവും ചേരുന്നത് 1 ലക്ഷം പുതിയ കുടുംബങ്ങൾ. ഇതുവരെയുള്ള കണക്കു പ്രകാരം രാജ്യത്ത് 49.44 ലക്ഷം വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായത്. 2026 അവസാനത്തോടെ 75 ലക്ഷം വീടുകളാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. കേരളത്തിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യത നേടിയ പദ്ധതിക്കായി 75,021 കോടി രൂപ വിനിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഇതുവരെ 27,855.99 കോടി രൂപ സബ്സിഡിയായി ഉപഭോക്താക്കൾക്ക് കേന്ദ്രം കൈമാറിയിട്ടുണ്ട്. 2024 ആരംഭിച്ച പദ്ധതിയിൽ ആദ്യ 1 ലക്ഷം പേരെ നേടാൻ 118 ദിവസം വേണ്ടി വന്നിരുന്നു. എന്നാൽ ഉപഭോക്താക്കളുടെ എണ്ണം 20 ലക്ഷത്തിലേക്ക് അടുത്തപ്പോൾ ഓരോ ലക്ഷം പേരെയും ചേർക്കാൻ വേണ്ടിവന്നത് 19 ദിവസങ്ങളായിരുന്നു. ഇതാണിപ്പോൾ 6 ദിവസത്തിലേക്ക് ചുരുങ്ങിയത്. മൊത്തം 14,653.23 മെഗാവാട്ട് ശേഷിയുടെ പുരപ്പുറ സോളാറുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഇതിനകം സ്ഥാപിച്ചത്. കേരളത്തിൽ ഇതിനകം 4,21,734 അപേക്ഷകൾ പദ്ധതിക്കായി ലഭിച്ചു. 3.17 ലക്ഷം വീടുകൾ ഇതുവരെ പദ്ധതിയുടെ ഭാഗമായി. 12,003.02 മെഗാവാട്ടാണ് സംയോജിത ഉൽപാദന ശേഷി. 2073.8 കോടി രൂപ സംസ്ഥാനത്ത് സബ്സിഡിയായി ഉപഭോക്താക്കൾക്ക് അനുവദിക്കുകയും ചെയ്തു. തൃശൂർ, ആലപ്പുഴ, കൊല്ലം ജില്ലകൾ രാജ്യത്ത് പുരപ്പുറ സോളാർ വ്യാപനത്തിൽ ഏറ്റവും മുൻനിരയിലാണ്. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന പദ്ധതി വൻ വിജയമായതോടെ 2ാം ഘട്ടം അവതരിപ്പിക്കാനുള്ള ആലോചനയിലാണ് കേന്ദ്രം. ഉപഭോക്താക്കൾക്ക് കൂടുതൽ വായ്പാ സൗകര്യം, ദീർഘകാല സർവീസ്, പുരപ്പുറ പങ്കുവയ്ക്കൽ, മികച്ച ബാറ്ററി സ്റ്റോറേജ് തുടങ്ങിയ സൗകര്യങ്ങളായിരിക്കും 2.0-ൽ പ്രതീക്ഷിക്കുന്നത്. അനുയോജ്യമായ മേൽക്കൂരയില്ലാത്ത വീടുകൾക്ക് സമീപത്തെ വീടിന്റെ മേൽക്കൂരയിൽ സ്ഥാപിക്കുന്ന സോളാർ വഴി വൈദ്യുതി ഉപയോഗിക്കാവുന്ന സൗകര്യം 2.0-യുടെ ആകർഷണമായിരിക്കും. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പ്രകാരം 3 വിഭാഗങ്ങളിലായാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുക. 1 കിലോവാട്ട് സോളാർ സിസ്റ്റം വയ്ക്കുന്നവർക്ക് 30,000 രൂപ വരെ, 2 കിലോവാട്ടിന് 60,000 രൂപ വരെ, 3 കിലോവാട്ടിന് പരമാവധി 78,000 രൂപ വരെ. നിങ്ങൾ നിലവിൽ പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെന്നും പ്രതിമാസം ബിൽ 2,400 രൂപയാണെന്നും കരുതുക. പരമാവധി സബ്സിഡി കിട്ടുന്ന 3 കിലോവാട്ടിന്റെ സോളാർ സിസ്റ്റം നിങ്ങൾ പുരപ്പുറത്ത് സ്ഥാപിച്ചുവെങ്കിൽ 250 മുതൽ 350 യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. അതായത് വൈദ്യുതി ബിൽ ഏറെക്കുറെ പൂജ്യമാക്കാം. ഇനി നിങ്ങൾ വാങ്ങിവെച്ചത് 1 കിലോവാട്ട് സിസ്റ്റം ആണെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം ഏതാണ്ട് 90 മുതൽ 120 യൂണിറ്റ് വരെ ആകാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.